നമസ്കാരം. ഇന്നത്തെ പത്രത്തിലെ പ്രധാന തലക്കെട്ടുകൾ പരിശോധിക്കാം. പ്രധാനമായും എല്ലാ പത്രങ്ങളിലും വന്നിട്ടുള്ള വാർത്ത കഴിഞ്ഞ ദിവസം മാലിന്യത്തോട്ടിൽ തൊഴിലാളിയെ കാണാതായ വാർത്തയാണ്. ജോയ് എന്ന തൊഴിലാളിയെ കാണാതായിട്ട് ഇതുവരെയും കണ്ടെത്താനായില്ല എന്ന വാർത്തയാണ്. മനോരമയാണ് തീർത്തും വ്യത്യസ്തമായ ഒരു തലക്കെട്ടോടുകൂടി വന്നിട്ടുള്ളത്. ജീവനാണ് മാപ്പില്ല എന്നാണ് മനോരമ നൽകിയിട്ടുള്ള തലക്കെട്ട് എന്ന് പറയുന്നത്. കൂടാതെ തന്നെ ഒന്ന് രണ്ട് സൈഡ് സ്റ്റോറികൾ കൂടി മനോരമ നൽകിയിട്ടുണ്ട്. ഇതേ വാർത്തയെ സംബന്ധിച്ചുള്ള വാർത്തകൾ ഉൾപേജിലും നൽകാനായിട്ട് മനോരമ ശ്രദ്ധിച്ചിട്ടുണ്ട്. കൃത്യമായി തന്നെ എന്താണത്, ആരുടെ വീഴ്ചയാണ്, കോർപ്പറേഷന്റെ വീഴ്ച തന്നെയാണോ എന്നുള്ള ചോദ്യങ്ങളോട് കൂടി തന്നെയുള്ള വാർത്തകളെല്ലാം തന്നെ മനോരമ ഈ ഒരു അപകടവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉൾപേജുകളെല്ലാം തന്നെ നൽകിയിട്ടുണ്ട്. ഇനി അതേസമയം തന്നെ ദീപികയിലേക്ക് വരികയാണെങ്കിൽ ഒരു പ്ലെയിൻ വാർത്തയാണ് ദീപിക ഇത് നൽകിയിട്ടുള്ളത്. തോട് വൃത്തിയാക്കാൻ ഇറങ്ങിയ തൊഴിലാളി ഒഴുക്കിൽപ്പെട്ടു എന്നാണ് ദീപിക ഈ വാർത്ത നൽകിയിട്ടുള്ളത്. അതേസമയം തന്നെ ഒരു സൈഡ് സ്റ്റോറി കൂടി ആ ഫ്രണ്ട് പേജിൽ തന്നെ ഉൾപ്പെടുത്താനായിട്ട് ദീപികയും ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ ചെറിയ തോട്ടിൽ കുന്നോളം മാലിന്യം എന്ന് പറഞ്ഞുകൊണ്ട് ഉൾപേജിലും ദീപിക ഇതേ വാർത്ത തന്നെ ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട്. എന്താണെങ്കിലും അതുപോലെ തന്നെ കാണാതായ തൊഴിലാളിക്കായി മണിക്കൂറുകളിലെ തിരച്ചിൽ എന്ന് പറഞ്ഞുകൊണ്ട് എന്തെല്ലാമാണ്, എത്ര നേരം, അതായത് ഇന്നലെ രാവിലെ കാണാതായ തൊഴിലാളിക്ക് വേണ്ടി ഇത്രയും നേരം നടന്ന രക്ഷാപ്രവർത്തനത്തെ കുറിച്ചെല്ലാം തന്നെ ദീപിക കൃത്യമായി തന്നെ വാർത്ത നൽകിയതായി കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ജന്മഭൂമിയിലേക്ക് വരികയാണെങ്കിൽ ജന്മഭൂമിയിൽ താഴെയാണ്, ഫ്രണ്ട് പേജിൽ തന്നെ താഴെയാണ് ആ വാർത്ത നൽകിയിട്ടുള്ളത്. ആമയിഴഞ്ചാൻ തോട് വൃത്തിയാക്കാൻ ഇറങ്ങിയ തൊഴിലാളിയെ കാണാതായി എന്നാണ് ജന്മഭൂമി നൽകിയിട്ടുള്ള വാർത്ത. അത് തീർത്തും പ്ലെയിൻ ആയിട്ടുള്ള ഒരു വാർത്തയെ തന്നെയാണ് ജന്മഭൂമി നൽകിയിട്ടുള്ളത്. എന്നാൽ മറ്റു പത്രങ്ങളെ പോലെ ഒരു സൈഡ് സ്റ്റോറി ഒന്നും തന്നെ ജന്മഭൂമിയിൽ വരുന്നില്ല. അതേസമയം തന്നെ ആ തോടിന്റെ എല്ലാം തന്നെ ഒരു മാലിന്യവും അവിടെ രക്ഷാപ്രവർത്തനത്തിനിറങ്ങിയ ആളുകളെ എല്ലാം തന്നെ ഒരു ഫോട്ടോ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ജന്മഭൂമി വാർത്ത നൽകിയിരിക്കുന്നത്. മാത്രമല്ല ഉൾപേജിലായിട്ട് ജോയെ കാണാതായിട്ട് മണിക്കൂറുകൾ, രാത്രിയിലും രക്ഷാദൗത്യം എന്ന് പറഞ്ഞുകൊണ്ട്, പിന്നെ ശുചീകരണത്തിനൊഴുക്കിയത് കോടികൾ, ആമയിഴഞ്ചാൻ തോട് ഇപ്പോഴും മാലിന്യ കൂമ്പാരം എന്നെല്ലാം പറയുന്ന, എന്താണ് യഥാർത്ഥത്തിൽ ആ തോടിന്റെ അവസ്ഥ എന്നെല്ലാം പറയുന്ന, മാലിന്യങ്ങൾ കുമിഞ്ഞുകൂടിയ അവസ്ഥയെ പറ്റിയെല്ലാം തന്നെ ജന്മഭൂമി കൃത്യമായി തന്നെ വാർത്ത നൽകിയതായി കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി മാധ്യമത്തിലേക്ക് വരികയാണെങ്കിൽ മാധ്യമം ഒരു തീർത്തും പ്ലെയിനായ ഒരു വാർത്തയാണ് മാധ്യമം നൽകിയിരിക്കുന്നത്. തോട് വൃത്തിയാക്കാൻ ഇറങ്ങിയ തൊഴിലാളിയെ കാണാതായി എന്ന് പറഞ്ഞുകൊണ്ടാണ് മാധ്യമം വാർത്ത നൽകിയിരിക്കുന്നത്. കുറച്ചുകൂടി ഒരു നല്ലൊരു ചിത്രം ഉൾപ്പെടുത്താൻ മാധ്യമം ശ്രദ്ധിച്ചിട്ടുണ്ട്. എന്താണ് യഥാർത്ഥത്തിലായ ഒരു തോടിന്റെ അവസ്ഥ എന്ന് കാണിക്കുന്നത്, എന്താണ് ആ മാലിന്യങ്ങളെല്ലാം തന്നെ അത്രയും കഷ്ടപ്പെട്ട് വളരെ വളരെ കഷ്ടപ്പെട്ട് നീക്കുന്ന തൊഴിലാളികളുടെ പോലും ചിത്രങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് മാധ്യമം ആ വാർത്ത കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇനി ഉൾപേജിലേക്ക് വരികയാണെങ്കിൽ ഏറിയ സമയം പഴയത് മാലിന്യ നീക്കത്തിന് എന്ന് പറഞ്ഞുകൊണ്ട് അത്രമാത്രം മാലിന്യങ്ങളായിരുന്നു ആ തോട്ടിൽ ഉണ്ടായിരുന്നത് എന്ന് കാണിക്കുന്ന ഒരു വാർത്ത കൂടി ഉൾപേജിൽ ഉൾപ്പെടുത്താനായിട്ട് മാധ്യമം ശ്രമിച്ചിട്ടുണ്ട്. ഇനി അടുത്തത് കൗമുദിയാണ്. കേരള കൗമുദിയിലേക്ക് വരികയാണെങ്കിൽ ഇതേ വാർത്ത തന്നെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് ഹെഡിങ് ആയിട്ട് ഏറ്റവും മുകളിൽ തന്നെ കൊടുക്കാനായിട്ട് കൗമുദി ശ്രദ്ധിച്ചിട്ടുണ്ട്. ആമയിഴഞ്ചാൻ തോട്ടിൽ മുങ്ങിത്താണ തൊഴിലാളിയെ കണ്ടെത്തിയില്ല എന്നാണ് കേരള കൗമുദി നൽകിയിട്ടുള്ളത്. കൂടാതെ തന്നെ തൊട്ട് താഴെ റോബോട്ടിനെ ഉപയോഗിച്ചും തെരച്ചിൽ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സബ് ഹെഡിങ് കൂടി കൊടുത്തിട്ടുണ്ട്. പിന്നെ അദ്ദേഹത്തിന്റെ ഫോട്ടോയും, പിന്നെ അതുപോലെ തന്നെ മാലിന്യത്തിന് കൂടുതൽ ഫോക്കസ് നൽകിക്കൊണ്ട്, അല്ലെങ്കിൽ മാലിന്യത്തിന് കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ടാണ് കേരള കൗമുദി ഉൾപ്പെടുത്തിയിട്ടുള്ള ചിത്രം കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ വെല്ലുവിളിയായി മാലിന്യ കൂമ്പാരം എന്ന് പറഞ്ഞുകൊണ്ട് ചെറിയൊരു സൈഡ് സ്റ്റോറി പോലും ഫ്രണ്ട് പേജിൽ ഉൾപ്പെടുത്താനായിട്ട് കൗമുദി ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇനി കൗമുദിയുടെ ഉൾപേജിലേക്ക് കടക്കുമ്പോൾ ഇനിയെങ്കിലും ആമയിഴഞ്ചാനെ മാലിന്യവാഹിനി ആക്കരുതേ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വ്യത്യസ്തമായൊരു തലക്കെട്ട് നൽകിക്കൊണ്ട് ഒരു വാർത്ത നൽകിയിട്ടുണ്ട്. ക്യാമറ വെച്ച് കണ്ണടച്ചു എന്നെല്ലാം പറഞ്ഞിട്ട് അതിനോടനുബന്ധിച്ചുള്ള ഒരു സൈഡ് സ്റ്റോറി നൽകിയിട്ടുണ്ട്. അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ചിത്രം ആ മാലിന്യം നീക്കം ചെയ്യുന്നൊരു ചിത്രമാണ്. ഒരുപാട് എന്താണോ ആ തലക്കെട്ട് അനുസൃതമായി തന്നെയുള്ള ഒരു ചിത്രം തന്നെയാണ് കൊടുക്കാനായിട്ട് കൗമുദി ശ്രദ്ധിച്ചിട്ടുള്ളത്. അതേസമയം തന്നെ വീണ്ടും അടുത്ത പേജിലേക്ക് പോകുന്ന സമയത്ത് പ്രാർത്ഥനയോടെ തലസ്ഥാനം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പേജ് മുഴുവൻ എന്താണ് യഥാർത്ഥത്തിൽ ആ ഒരു തൊഴിലാളിയെ കാണാതായതിനു ശേഷം സംഭവിച്ച കാര്യങ്ങളെന്നെല്ലാം തന്നെ വിവരിക്കുന്ന ഒരു പേജ് കൗമുദി മാറ്റി വെച്ചിരിക്കുകയാണ്. വ്യത്യസ്തമായിട്ടുള്ള ചിത്രങ്ങൾ, രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായി നടന്ന എല്ലാ ചിത്രങ്ങളെല്ലാം തന്നെ നൽകാനായിട്ട് കൗമുദി ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇതുവരെ കാണാത്ത രക്ഷാപ്രവർത്തനമാണ് നടന്നതെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ആമയിഴഞ്ചാനിൽ ടൺ കണക്കിന് മാലിന്യം എന്ന് പറയുന്നുണ്ട്. പരസ്പരം പഴിചാരി നഗരസഭയും ഇറിഗേഷൻ റെയിൽവേയും എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോഴത്തെ ഒരു അവസ്ഥ, ആരാണ് യഥാർത്ഥത്തിൽ ആ ഉത്തരവാദി എന്നെല്ലാം തന്നെ മറ്റു പത്രങ്ങൾ ചോദിച്ച അതേ വാർത്തയെ തന്നെ കൃത്യമായി തന്നെ
നൽകാനായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ജോയി തിരിച്ചു വരുന്നതും കാത്ത വൃദ്ധമാതാവ് എന്ന് പറഞ്ഞുകൊണ്ട് ജോയിയുടെ ഒരു എന്താണ് അവരുടെ കുടുംബത്തിന്റെ അവസ്ഥ എന്നെല്ലാം തന്നെ കാണിക്കുന്ന ഒരു വാർത്തയും കൊടുക്കാനായിട്ട് കൗമുദി ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇനി അടുത്തത് മാതൃഭൂമിയിലേക്ക് വരുമ്പോൾ മാതൃഭൂമിയുടെ തലക്കെട്ട് എന്ന് പറയുന്നത് ജോയിയുടെ ജീവനായി എന്നാണ്. കൃത്യമായി തന്നെ രക്ഷാപ്രവർത്തനമെല്ലാം തന്നെ കാണിക്കുന്ന ഒരു ചിത്രമാണ് മാതൃഭൂമി നൽകിയിരിക്കുന്നത്. മാത്രമല്ല വാർത്തയെ സംബന്ധിക്കുന്ന മറ്റു വിവരങ്ങൾ മറ്റു ഉൾപേജുകളെല്ലാം തന്നെ ഉണ്ട് എന്ന് കാണിക്കുന്ന ചില ലിങ്കുകളും മാതൃഭൂമി നൽകിയിട്ടുണ്ട്. ജീവൻ വിഴുങ്ങും മാലിന്യം എന്നുള്ള വാർത്തയും അതുപോലെ തന്നെ കോടികൾ ഒഴുക്കും ആമേഴഞ്ചാൻ എന്ന് പറയുന്ന വാർത്തയും മാലിന്യ തുരങ്കം നീളം 140 അടി എന്നെല്ലാം പറയുന്ന വാർത്തയാണ് മാതൃഭൂമി ഉൾപേജിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇനി മാതൃഭൂമിയുടെ ഉൾപേജിലേക്ക് പോവുകയാണെങ്കിൽ ജീവൻ വിഴുങ്ങും മാലിന്യം ഉത്തരവാദി ആര് എന്ന് ചോദിച്ചുകൊണ്ട് 2 പേജുകളിലായിട്ടാണ് മാതൃഭൂമി ആ വാർത്ത നൽകിയിരിക്കുന്നത്. ഒരു പേജിൽ ജീവൻ വിഴുങ്ങും മാലിന്യം എന്ന് പറഞ്ഞിട്ട് എന്താണ് അവിടെ നടന്നത്, രക്ഷാപ്രവർത്തന പ്രതിസന്ധിയിലാണെന്നും ടണലിലേക്ക് കടന്നത് ഇഴഞ്ഞാണ് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് അവിടുത്തെ ഒരു അവസ്ഥയെല്ലാം കാണിക്കുന്നുണ്ട്. കൂടാതെ തന്നെ തോടുപണിക്ക് ജോയി വന്നത് 3 ദിവസം മുൻപ് എന്ന് പറഞ്ഞുകൊണ്ട് വടകരയിലെ മലഞ്ചെരുവിലുള്ള ഒറ്റമുറി വീടെല്ലാം തന്നെ കാണിച്ചുകൊണ്ട് ജോയിയുടെ അമ്മയെല്ലാം തന്നെ കാണിച്ചുകൊണ്ട് ഒരു വാർത്തയാണ് മാതൃഭൂമി 2-ാം പേജിൽ നൽകിയിരിക്കുന്നത്. 3-ാം പേജിലേക്ക് വരുമ്പോഴാണ് ഉത്തരവാദി ആര് എന്നുള്ള ഒരു തലക്കെട്ടോട് കൂടി തന്നെ മാതൃഭൂമി ആ വാർത്ത നൽകിയിട്ടുള്ളത്. മന്ത്രി റിപ്പോർട്ട് തേടി എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ പറയുന്നുണ്ട്. ഇനി മാലിന്യ തുരങ്കത്തിന്റെ നീളം എന്ന് പറയുന്നത് 140 അടിയാണ് എന്നെല്ലാം പറഞ്ഞുകൊണ്ടുള്ള ഒരു വാർത്തയും മാതൃഭൂമി നൽകിയിട്ടുണ്ട്. ഇനി മാതൃഭൂമിയെ സംബന്ധിച്ചിടത്തോളം ഉൾപേജിലേക്ക് വരുമ്പോൾ ആ തലക്കെട്ടിൽ അല്പം വ്യത്യസ്തത കൊണ്ടുവരാൻ മാതൃഭൂമി ശ്രദ്ധിച്ചിട്ടുണ്ട്. ജീവനും വിഴുങ്ങും മാലിന്യം എന്നൊരു തലക്കെട്ട് ഒരു പേജിലും ഉത്തരവാദി എന്ന് ആര് എന്നുള്ള ചോദ്യം മറ്റൊരു പേജിൽ നൽകുമ്പോൾ ജീവൻ വിഴുങ്ങും മാലിന്യം ഉത്തരവാദി ആര് എന്നുള്ളൊരു കൂട്ടി വായിക്കാൻ പാകത്തിനാണ് ഒരു തലക്കെട്ട് നൽകിയതെന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു വ്യത്യസ്തത കൊണ്ടുവരാനായിട്ട് മാതൃഭൂമി ശ്രദ്ധിച്ചിട്ടുണ്ട്. അടുത്തത് ദേശാഭിമാനിയാണ്. ദേശാഭിമാനിയിൽ തീർത്തും ഒരു പ്ലെയിൻ വാർത്തയായാണ് ഈ ഒരു വാർത്തയെ നൽകിയിട്ടുള്ളത്. അപകടം തമ്പാനൂരിൽ റെയിൽവേ സ്റ്റേഷൻ പരിധിയിലുള്ള ഭാഗത്ത് എന്ന് പറഞ്ഞുകൊണ്ട് ആമയിഴഞ്ചാൻ തോട്ടിൽ തൊഴിലാളിയെ കാണാതായി എന്നുള്ളൊരു വാർത്തയാണ്. പക്ഷേ അതേസമയം തന്നെ ഫ്രണ്ട് പേജിൽ തന്നെ വലത് സൈഡിലായിട്ട് നൽകാനായിട്ട് ദേശാഭിമാനി ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് കാണാൻ സാധിക്കും. മറ്റ് ഇതേ വാർത്തയെ സംബന്ധിക്കുന്ന വിവരങ്ങളെല്ലാം തന്നെ ദേശാഭിമാനി നൽകിയിട്ടുള്ളത് ഉൾപേജിലാണ്. ഉൾപേജിൽ കൃത്യമായി തന്നെ മാലിന്യ നീക്കം ഉറപ്പാക്കണം, നഗരസഭ റെയിൽവേക്ക് നോട്ടീസ് അയച്ചത് 1-ലധികം തവണയാണ് എന്ന് പറഞ്ഞുകൊണ്ട് നഗരസഭയുടെ ഭാഗത്തു നിന്നും പലതവണയായിട്ട് ഇതിനെതിരെ അല്ലെങ്കിൽ ഇത്തരമൊരു മാലിന്യ നീക്കത്തിന് വേണ്ടിയുള്ള ശ്രമം നടന്നു എന്ന് കാണിക്കുന്ന വാർത്ത നൽകിയിട്ടുണ്ട്. മാത്രമല്ല ഉത്തരവാദിത്തം റെയിൽവേക്കാണ് എന്ന് മന്ത്രി ശിവൻകുട്ടിയുടെ വാക്കുകളെല്ലാം തന്നെ നൽകിയിട്ടുണ്ട്. വില്ലനായി മാലിന്യക്കുമ്പ വെല്ലുവിളി ഏറ്റെടുത്ത് സ്ക്യൂബ ടീം എന്ന് പറഞ്ഞുകൊണ്ട് ദേശാഭിമാനി വാർത്ത നൽകിയിട്ടുണ്ട്. എന്ത് തന്നെയാണെങ്കിൽ ഇന്നത്തെ പത്രങ്ങളിൽ പ്രധാന തലക്കെട്ട് എന്ന് പറയുന്നത് ജോയെ കാണാതായ വാർത്ത തന്നെയാണ്. അത് എല്ലാ പത്രങ്ങളും ഫ്രണ്ട് പേജിൽ തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി അടുത്ത വാർത്തയിലേക്ക് കടക്കുമ്പോൾ ഉപതെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച വാർത്തയാണ്. ഒരു ദേശീയ വാർത്ത ഫ്രണ്ട് പേജിൽ തന്നെ ഇടം പിടിച്ചിട്ടുണ്ട്. ഉപതെരഞ്ഞെടുപ്പ് 13 സീറ്റിൽ 10 നേടി ഇന്ത്യ സഖ്യം എന്നുള്ള വാർത്ത ഫ്രണ്ട് പേജിൽ തന്നെ മനോരമയുടെ ഫ്രണ്ട് പേജിൽ തന്നെ ഇടം പിടിച്ചിട്ടുണ്ട്. ഇതേ വാർത്ത തന്നെ മറ്റ് പത്രങ്ങളിലും വന്നത് എങ്ങനെയാണെന്ന് പരിശോധിക്കാം. എന്തിനാണെങ്കിലും ജന്മഭൂമി പരിശോധിക്കുമ്പോൾ ഈ ഒരു ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വാർത്ത ഫ്രണ്ട് പേജിൽ എന്ത് തന്നെയാണെങ്കിലും ഇടം പിടിച്ചിട്ടില്ല എന്ന് തന്നെ കാണാൻ സാധിക്കും. അതേസമയം തന്നെ ദേശാഭിമാനിയിലേക്ക് വരുമ്പോൾ ദേശാഭിമാനിയിലും ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വാർത്ത ഫ്രണ്ട് പേജിൽ വന്നിട്ടില്ല, ഉൾപേജുകളാണ് വന്നിട്ടുള്ളത് എന്ന് ശ്രദ്ധിക്കാം. അതേസമയം തന്നെ മാതൃഭൂമിയിലേക്ക് വരുമ്പോൾ മാതൃഭൂമിയിൽ കൃത്യമായി തന്നെ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ ഇന്ത്യ സഖ്യത്തിന് മുന്നേറ്റം എന്ന് പറഞ്ഞുകൊണ്ട് ഫ്രണ്ട് പേജിൽ തന്നെ ചെറിയൊരു കോളം വാർത്തയാണെങ്കിൽ ഫ്രണ്ട് പേജിൽ തന്നെ ഉൾപ്പെടുത്താൻ മാതൃഭൂമി ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇനി അതേസമയം തന്നെ കേരള കൗമുദിയിലേക്ക് വരികയാണെങ്കിൽ കേരള കൗമുദിയിലും ഈ ഒരു വാർത്ത ഉപതെരഞ്ഞെടുപ്പിൽ ഇന്ത്യ തരംഗം എന്ന് പറഞ്ഞുകൊണ്ടാണ് കേരള കൗമുദി വാർത്ത നൽകിയിട്ടുള്ളത്. മാത്രമല്ല ഹിമാചലിൽ കോൺഗ്രസ് ആധിപത്യം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സൈഡ് സ്റ്റോറി പോലും കേരള കൗമുദി ഫ്രണ്ട് പേജിൽ തന്നെ നൽകിയിട്ടുണ്ട്. ഇനി അടുത്തത് മാധ്യമമാണ്. മാധ്യമത്തിലേക്ക് വരുമ്പോൾ മാധ്യമത്തിൽ ഉപതെരഞ്ഞെടുപ്പിൽ തിളങ്ങി ഇന്ത്യ എന്ന് പറഞ്ഞുകൊണ്ടാണ് മാധ്യമം ആ വാർത്ത നൽകിയിട്ടുള്ളത്. ഫ്രണ്ട് പേജിൽ തന്നെ വാർത്ത കൊടുക്കാനായിട്ട് മാധ്യമം ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇനി അടുത്തത് എന്ന് പറയുന്നത് ദീപികയാണ്. ദീപികയിലേക്ക് വരുമ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യക്ക് മിന്നും ജയം, 13 സീറ്റിൽ 10 നേടി ഇന്ത്യ സഖ്യം, BJPക്ക് 2 മാത്രം എന്ന് പറഞ്ഞുകൊണ്ട് ഫ്രണ്ട് പേജിൽ വലത് സൈഡിൽ ഫ്രണ്ട് പേജിൽ തന്നെ കൊടുക്കാനായിട്ട് ദീപികയും ശ്രമിച്ചിട്ടുണ്ട്. ഇനി മറ്റൊരു പ്രധാന വാർത്ത എന്ന് പറയുന്നത് ഇന്നത്തെ സ്പോർട്സുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. ഡബിൾ ഫൈനൽ എന്നാണ് ആ വാർത്തയ്ക്ക് ദീപിക നൽകിയിട്ടുള്ള തലക്കെട്ട് എന്ന് പറയുന്നത്. ഇംഗ്ലണ്ട് വേഴ്സസ് സ്പെയിനും അതുപോലെ തന്നെ അർജന്റീനയും കൊളംബിയയും തമ്മിലുള്ള 2 യൂറോ കപ്പും അതുപോലെ തന്നെ കോപ്പ അമേരിക്ക എന്നീ 2 മത്സരങ്ങളെ ബാധിക്കുന്ന അല്ലെങ്കിൽ സമ്മതിക്കുന്ന 2 വാർത്തകളാണ്. അതും ഫ്രണ്ട് പേജിൽ തന്നെ ഉൾപ്പെടുത്താനായിട്ട് എല്ലാ പത്രങ്ങളും ഫ്രണ്ട് പേജിൽ തന്നെ ഉൾപ്പെടുത്താനുള്ള ഒരു ശ്രമം നടത്തിയിട്ടുണ്ട്. എന്തായാലും മാധ്യമത്തെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വാർത്ത ഫ്രണ്ട് പേജിൽ തന്നെ
തന്നെ വലിയ പ്രാധാന്യത്തോടുകൂടി ഒന്നും നൽകിയിട്ടില്ല എന്ന് കാണാൻ സാധിക്കും. അതേസമയം തന്നെ സ്പോർട്സിന്റെ പേജിൽ ഈ വാർത്തയെ സംബന്ധിക്കുന്ന വാർത്തകളെല്ലാം തന്നെ മാധ്യമം നൽകിയിട്ടുണ്ട്. ഇനി കേരള കൗമുദിയിലേക്ക് വരികയാണെങ്കിൽ കേരള കൗമുദിയിലും ഈ സ്പോർട്സിനെ സംബന്ധിക്കുന്ന വാർത്ത ഫ്രണ്ട് പേജിൽ തന്നെ നൽകിയിട്ടില്ല. അതേസമയം തന്നെ ഉൾപേജിലെല്ലാം തന്നെ സ്പോർട്സിനെ സംബന്ധിക്കുന്ന, അതായത് സ്പോർട്സിനെ കാണിക്കുന്ന പേജിലെല്ലാം തന്നെ നൽകിയിട്ടുണ്ടെന്ന് കാണാൻ സാധിക്കും. ഇനി മാതൃഭൂമിയിലേക്ക് വരികയാണെങ്കിൽ ലോകം 2 കപ്പിൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് വാർത്ത നൽകിയിട്ടുള്ളത്. രസകരമായ ഒരു ഗ്രാഫിക്സ് കൂടി ഉൾപ്പെടുത്താനായിട്ട് മാതൃഭൂമി ശ്രദ്ധിച്ചിട്ടുണ്ട്. മാത്രമല്ല എന്താണ് ഈ 2 മത്സരങ്ങൾ എന്ന് പറയുന്ന ചെറിയൊരു പോയിന്റുകൾ അല്ലെങ്കിൽ വിവരണം കൂടി മാതൃഭൂമി നൽകാനായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇനി മലയാള മനോരമയിലേക്ക് വരികയാണെങ്കിൽ മലയാള മനോരമയിൽ രസകരമായ ഒരു തലക്കെട്ട് തന്നെയാണ്. ഇന്ന് രാത്രി സൂര്യൻ ഉദിക്കുമെന്നാണ് മനോരമ പറഞ്ഞിട്ടുള്ളത്. മാത്രമല്ല രസകരമായ ഒരു ഗ്രാഫിക്സ് എല്ലാം കൊടുത്തിട്ടുണ്ട്. വിവരങ്ങളെല്ലാം തന്നെ നൽകിക്കൊണ്ട് രസകരമായ രീതിയിൽ വാർത്ത അവതരിപ്പിക്കാനായിട്ട് മനോരമ ശ്രദ്ധിച്ചിട്ടുണ്ട്. അടുത്ത ഒരു പ്രധാന വാർത്ത എന്ന് പറയുന്നത് PSC കോഴ വിവാദവുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. പ്രമോദിനെ CPM പുറത്താക്കി എന്ന് പറഞ്ഞുകൊണ്ട് ഫ്രണ്ട് പേജിൽ തന്നെയാണ് മനോരമ. അതേസമയം തന്നെ ഈ വാർത്തയെ സംബന്ധിച്ച് ദേശാഭിമാനി പരിശോധിക്കുകയാണെങ്കിൽ ആ വാർത്തയെ സംബന്ധിച്ചുള്ള വാർത്തകളൊന്നും തന്നെ ദേശാഭിമാനി ഫ്രണ്ട് പേജിൽ ഉൾപ്പെടുത്തിയിട്ടില്ലെന്ന് കാണാൻ സാധിക്കും. എന്നാൽ ജന്മഭൂമിയിലേക്ക് വരുമ്പോൾ തീർത്തും വ്യത്യസ്തമായ ഒരു തലക്കെട്ടോടു കൂടിയാണ് വാർത്ത വരുന്നത്. പാർട്ടിയെ വെല്ലുവിളിച്ച് പ്രമോദ്, PSC കോഴ, CPM നീക്കംപാളി എന്നാണ് ജന്മഭൂമിയിലെ ഇതുമായി ബന്ധപ്പെട്ട വാർത്ത വരുന്നത്. ഇനി അതേസമയം തന്നെ മാതൃഭൂമിയിലേക്ക് വരുമ്പോൾ പ്രമോദ് കോട്ടുളിയെ CPM പുറത്താക്കി എന്ന് പറഞ്ഞുകൊണ്ടാണ് മാതൃഭൂമിയിൽ വാർത്ത വരുന്നത്. ചെറിയൊരു വാർത്തയാണ്, എന്നാൽ ഫ്രണ്ട് പേജിൽ തന്നെ ഉൾപ്പെടുത്താനായിട്ട് മാതൃഭൂമി ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇനി കേരള കൗമുദിയിലേക്ക് വരികയാണെങ്കിൽ PSC കോഴ ആരോപണം, പ്രമോദ് കോട്ടുളിയെ CPM പുറത്താക്കി എന്ന് പറഞ്ഞുകൊണ്ടാണ് കേരള കൗമുദി ആ വാർത്ത നൽകിയിട്ടുള്ളത്. ഇനി മാധ്യമത്തിലേക്ക് വരികയാണെങ്കിൽ PSC കോഴ ആരോപണം, പ്രമോദ് കൂട്ടോളി പുറത്ത് എന്ന വാർത്തയാണ് മാധ്യമം ഫ്രണ്ട് പേജിൽ തന്നെ നൽകിയിട്ടുള്ളത്. ഇനി മാധ്യമത്തിൽ വന്ന മറ്റൊരു വാർത്തയാണ് അഭയാർത്ഥി ക്യാമ്പിൽ ഇസ്രായേൽ ആക്രമണം, 71 മരണം എന്നുള്ള വാർത്ത. ഈ ഒരു വാർത്ത മാധ്യമത്തിൽ മാത്രമാണ് ഫ്രണ്ട് പേജിൽ ഇടം പിടിച്ചിട്ടുള്ളത്. മാധ്യമം മാത്രമാണ് അതീവ പ്രാധാന്യത്തോടു കൂടി ഒരു വാർത്തയെ ഫ്രണ്ട് പേജിൽ നൽകിയിട്ടുള്ളത്. എന്നാൽ അതേസമയം തന്നെ കൗമുദി പത്രത്തിലേക്ക് വരികയാണെങ്കിൽ വിഴിഞ്ഞം ചിറകിൽ കേരളം പറക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു വാർത്ത, കൗമുദി സ്പെഷ്യലായിട്ട് എന്തെല്ലാമാണ് ആ പദ്ധതികൾ, കേരള ഉൽപ്പന്നങ്ങൾ ലോക വിപണിയിലെത്താൻ പോകുന്ന ആ സാധ്യതകളെല്ലാം തന്നെ പറഞ്ഞുകൊണ്ട് ഒരു വാർത്ത ഫ്രണ്ട് പേജിൽ തന്നെ ഉൾപ്പെടുത്താനായിട്ട് കൗമുദി ശ്രദ്ധിച്ചിട്ടുണ്ട്. ചരക്ക് നീക്കം 84% കടൽ വഴി തന്നെയാണ് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ആ സാധ്യതകളെല്ലാം തന്നെ വിവരിക്കുന്ന ഒരു വാർത്തയാണ് കൗമുദി നൽകിയിട്ടുള്ളത്. എന്നാൽ വിഴിഞ്ഞത്തെ സംബന്ധിക്കുന്ന മറ്റു വാർത്തകളൊന്നും തന്നെ മറ്റു പത്രങ്ങളുടെ ഫ്രണ്ട് പേജിൽ ഇടം പിടിച്ചിട്ടില്ല എന്നും കാണാൻ സാധിക്കും. ഇനി മാതൃഭൂമിയിലേക്ക് വരികയാണെങ്കിൽ വിഴിഞ്ഞത്ത് അദാനിയുടെ 20,000 കോടി രൂപ എന്ന് പറയുന്ന ഒരു വാർത്ത വന്നിട്ടുണ്ട്. അദാനിയുടെ പദ്ധതി എന്താണ്, അല്ലെങ്കിൽ അദാനിയുടെ അടുത്ത ഒരു ചുവടുവെപ്പ് എന്താണെന്ന് കാണിക്കുന്ന ഒരു വാർത്തയാണ്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു വാർത്ത എന്ന് പറയുന്നത് 99-ലെ വെള്ളപ്പൊക്കത്തിന് നാളെ 100 വയസ്സ് എന്ന് പറഞ്ഞുകൊണ്ട് മാതൃഭൂമി ഒരു വാർത്ത നൽകിയിട്ടുണ്ട്. യഥാർത്ഥത്തിൽ അത് ജൂലൈ 14-ാം തീയതി മുതലാണ് വെള്ളപ്പൊക്കം എന്നുള്ളത്. പക്ഷേ മാതൃഭൂമിയുടെ തലക്കെട്ട് എന്ന് പറയുന്നത് 99-ലെ വെള്ളപ്പൊക്കത്തിന് നാളെ 100 എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ തലക്കെട്ട് വരുന്നത്. എന്താണ് യഥാർത്ഥത്തിൽ ആ സംഭവം എന്ന് കാണിക്കുന്ന ചെറിയൊരു കുറിപ്പോട് കൂടിയാണ് മാതൃഭൂമി ആ വാർത്ത നൽകിയിട്ടുള്ളത്. ഉൾപേജിൽ ഇതേ സംബന്ധിക്കുന്ന വിശദമായിട്ടുള്ള റിപ്പോർട്ടുകളെല്ലാം തന്നെ ഉൾപ്പെടുത്താനായിട്ട് മാതൃഭൂമി ശ്രദ്ധിച്ചിട്ടുണ്ട്. എന്നാൽ ഇതേ സംബന്ധിക്കുന്ന വാർത്ത കൗമുദിയിൽ ഫ്രണ്ട് പേജിൽ ഇടം പിടിച്ചിട്ടില്ല എന്ന് കാണാൻ സാധിക്കും. അതേസമയം തന്നെ മാധ്യമത്തിലും ഫ്രണ്ട് പേജിൽ തന്നെ ആ വാർത്ത ഇടം പിടിച്ചിട്ടില്ല എന്ന് കാണാൻ സാധിക്കും. ഇനി മാതൃഭൂമിയുടെ ഫ്രണ്ട് പേജിൽ ഇടം പിടിച്ച മറ്റൊരു പ്രധാന വാർത്തയാണ് കരുത്തൻ ലഫ്റ്റനന്റ് ഗവർണർ എന്ന് പറയുന്ന വാർത്ത. ജമ്മുകാശ്മീരിൽ പുതിയ നീക്കവുമായി കേന്ദ്ര സർക്കാർ എന്നാണ്. ജമ്മുകാശ്മീരിലെ ഗവർണർക്ക് കൂടുതൽ കരുത്ത് പകർന്നുകൊണ്ടുള്ള സർക്കാർ ഉത്തരവിനെ സംബന്ധിക്കുന്ന വാർത്തയാണ്. അത് മാതൃഭൂമി മാത്രമാണ് ഫ്രണ്ട് പേജിൽ നൽകിയിട്ടുള്ളത്. അതേസമയം തന്നെ ഈ ഒരു വാർത്ത പിന്നീട് ഫ്രണ്ട് പേജിൽ വന്നിട്ടുള്ളത് ജന്മഭൂമിയിൽ മാത്രമാണ്. ജന്മഭൂമിയിൽ കൃത്യമായി തന്നെ കാശ്മീരിൽ നിർണായകമായ നീക്കം എന്ന് പറഞ്ഞുകൊണ്ട് വാർത്ത നൽകിയിട്ടുണ്ട്. ഫ്രണ്ട് പേജിൽ തന്നെ താഴെ ഭാഗത്തായിട്ടാണ് ജന്മഭൂമിയിൽ ആ വാർത്ത നൽകിയിരിക്കുന്നത്. ലഫ്റ്റനന്റ് ഗവർണർക്ക് കേന്ദ്രം കൂടുതൽ അധികാരം നൽകി എന്നാണ് ജന്മഭൂമി നൽകിയിട്ടുള്ള തലക്കെട്ട്. ഇത്രയുമാണ് ഇന്നത്തെ പത്രങ്ങളിൽ ഇടം പിടിച്ചിട്ടുള്ള പ്രധാന തലക്കെട്ടുകൾ.